Hello friends, എല്ലാവർക്കും എസ്പി ഫാമിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മണി ബാഗ് ഫ്രൈഡ് പ്രോൺസ് ആണ്. അതായത് കിഴി കെട്ടിയ പ്രോൺസ് വറുത്ത് നമ്മൾ എടുക്കുന്ന ഒരു ഡിഷാണ് ഇത്. ഇതൊരു തായ് ഡിഷാണ്. ഇത് നമ്മൾ യൂഷ്വലി നമ്മൾ ഈവനിങ്സിലൊക്കെ കഴിക്കുന്ന, അതല്ലാതെ സ്റ്റാർട്ടേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. അപ്പൊ സാധാരണ നമ്മൾ കിഴി കെട്ടാറ് നമ്മൾ ഇലയിലാണ് ചെയ്യുന്നത് ആ പ്രൊസീജിയർ. പക്ഷെ ഇത് നമ്മൾ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാൽ മാത്രമേ അത് എങ്ങനെയാ പ്രിപ്പറേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ടാപ്പ് ചെയ്തേക്കണം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് ടൈം വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പോൾ കിഴി കെട്ടിയ വറുത്ത പ്രോൺസ്, അതായത് മണി ബാഗ് പ്രോൺസ് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മണി ബാഗ് പ്രോൺസ്, അതായത് വറുത്ത കിഴി പ്രോൺസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഡോ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഡോനായി നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് ആണ്. നമുക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർക്കണം. പിന്നെ 1 നുള്ളു ഉപ്പിടണം. പിന്നെ നമുക്കൊരു ഫുൾ മുട്ട മഞ്ഞയോട് ചേർത്ത് നമുക്ക് മുട്ടയും കൂടി വേണം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒരുമിച്ച് യോജിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊരു ഡോ ആക്കി എടുക്കണം. അപ്പം നമ്മുടെ ഡോ റെഡിയായി. ഇനി നമുക്ക് ഈ സർഫസിലോട്ട് കുറച്ച് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കണം. മൈദപ്പൊടി ഇടാം. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കണം. ലോങ് ഷീറ്റാക്കി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് മാക്സിമം നമ്മുടെ ഡോവിനെ നമുക്ക് പരത്തി നല്ല നൈസാക്കി എടുക്കണം. തീരെ കട്ടി പാടില്ല. നല്ലപോലെ പൊടി സർഫസിലോട്ട് ഇട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ഒരിക്കലും സർഫസിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി നമുക്ക് ഇതിനെ ഒന്നൊരു സ്ക്വയർ ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഷീറ്റിനെ സ്ക്വയർ ഷേപ്പിലാക്കി. ഇനി നമുക്ക് അതിന് ശേഷം ഒന്നുകൂടെ നമ്മളൊന്ന് പൊടി ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ നമുക്ക് തിന്നാക്കി കിട്ടും നമുക്ക് ഈ ഷീറ്റുകൾ. ഇനി നമുക്ക് അതിനെ നേരെ സ്മോൾ സ്ക്വയറുകൾ നമുക്ക് ആക്കാം. നമ്മുടെ ഷീറ്റുകൾ ഇതാ നമ്മൾ എല്ലാം കറക്റ്റ് സ്ക്വയറിലാക്കി എടുത്ത്, ഇതാണ് കറക്റ്റ് ഒരു മെഷർമെൻറ്റ്. അങ്ങനെ എല്ലാം നമുക്ക് അങ്ങനത്തെ ഒരു സ്ക്വയർ കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി നമുക്ക് സെപ്പറേറ്റ്ലി ആക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ഷീറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് പ്രോൺസ്, 250 ഗ്രാംസിൻ്റെ പ്രോൺസാണ്. ഇത് ഞാൻ ഹാഫ് കുക്ക്ഡ് ചെയ്തതാണ് ഇത്. പിന്നെ 1 സവാള, പിന്നെ 3 അല്ലി വെളുത്തുള്ളിയും കൂടി. ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടി നമുക്കൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം ഇതിന്. അപ്പം നമ്മുടെ പ്രോൺസും ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചു. ഇനി നമ്മൾ ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ സോയ സോസ് ചേർക്കണം. 1 ടീസ്പൂൺ പച്ചമുളക്, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില, 2 ടേബിൾ സ്പൂൺ സെലറി, 1 ടീസ്പൂൺ ഓയിസ്റ്റർ സോസ്, പിന്നെ 1 ടീസ്പൂൺ എള്ളെണ്ണയും കൂടി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമുക്ക് സ്പൂൺ വെച്ചും ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പക്ഷെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതിനെക്കാട്ടി നല്ല നമ്മൾ കൈ വെച്ച് പിന്നീട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ നല്ലപോലെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കണം. പക്ഷെ അത് ഭയങ്കര ഫൈൻ പൗഡർ ആയിട്ടുള്ള കുരുമുളക് നമുക്ക് വേണ്ട. നമുക്ക് ഇത് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു ബൈറ്റ് കിട്ടത്തക്ക രീതിയിൽ, കുരുമുളകിൻ്റെ ഒരു ചെറിയ ബൈറ്റൊക്കെ കിട്ടത്തക്ക രീതിയിൽ വേണം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഒന്ന് കല്ലേൽ നമുക്കൊന്ന് ഇടിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി നമുക്ക് ആ ചതച്ച് വെച്ച് കുരുമുളകും കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കിഴി കെട്ടുന്നതിന് മുമ്പേ നമുക്ക് ഈ സെലറീൻ്റെ ലീഫ്, അതായത് ഉള്ളിയുടെ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. എന്ന് വെച്ചാൽ കിഴി നമ്മൾ കെട്ടുന്ന ഈ ഇല വെച്ചാണ്. അപ്പോൾ നമുക്ക് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കിഴി നിറയ്ക്കാൻ പോവാണ്. നമ്മൾ മുമ്പേ കട്ട് ചെയ്ത് വെച്ച ഷീറ്റ് നമുക്ക് എടുത്തിട്ട് നമ്മുടെ ഫില്ലിംഗ് എടുക്കുക, ഇച്ചിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ നമ്മൾ മാവ് ഒന്ന് എടുത്ത് വെക്കണം. മാവ്, അതായത് 1 ടേബിൾ സ്പൂൺ മാവിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കി വെക്കണം. ചുറ്റാകെ നമ്മൾ ഇന്ന് ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ കിഴി നമ്മൾ കെട്ടുമ്പോഴത്തേക്ക് അത് ഓപ്പണായി വരാൻ പാടില്ല, അതുകൊണ്ട്. എന്നിട്ട് നമുക്കിതിങ്ങനെ നേരെ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 സൈഡ് ഇങ്ങനെ പിടിക്കണം. ഈ കോർണേഴ്സ് നമ്മളിങ്ങനെ ഒരുമിച്ച് പിടിച്ചതാ ഇങ്ങനെ നമ്മൾ കിഴിയാക്കുന്നതാ ഇങ്ങനെ. നമ്മൾ കിഴി ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇനി ഈ കിഴി നമ്മൾ നല്ല ടൈറ്റായി കെട്ടിയിരിക്കാൻ വേണ്ടി നമ്മൾ മുമ്പേ ഇല നമ്മൾ വെള്ളത്തെ ഇട്ട് വെച്ചില്ലേ, ആ ഇല വെച്ചാണ് നമ്മളൊന്ന് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ വെള്ളത്തെ ഇട്ട് വെച്ചിട്ട് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ഇല നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് നമുക്കിൻ്റെ ഈ ബാക്കിലുള്ള ഈ വൈറ്റ് ഭാഗം കളയണം. അപ്പോൾ നമ്മളൊരു കത്തി എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിങ്ങ് എടുക്കാൻ പറ്റും. ഇത് നമുക്ക് കിഴി കെട്ടാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ ഈ ബാക്കിലെ ഈ വൈറ്റ് ഭാഗം എടുത്ത് കളയുന്നത്. അപ്പം നമ്മൾ മുമ്പേ പ്രിപ്പയർ ആക്കി വെച്ചിരുന്ന കിഴിയിൽ നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതാ ഇങ്ങനെ എടുത്തിട്ട് കെട്ടി അവിടെ സേഫായിട്ട് അതവിടെ ഇരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിത് വറുത്ത് കഴിയുമ്പോഴും നമുക്ക് ഈ ഇലയോടെ നമുക്കിത് കഴിക്കാൻ പറ്റും. സാധാരണ നമ്മൾ വാഴയിലയിലല്ലേ കിഴി കെട്ടാറ്, അപ്പം നമുക്കത് മുഴുവനായിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ മുഴുവനായിട്ട് തന്നെ നമുക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്യാം. അപ്പോൾ നമ്മളുടെ കിഴിയെല്ലാം നമ്മൾ കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഫില്ലിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇല വെച്ച് കെട്ടുകയും ചെയ്തു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കിഴികളും നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിഴി പ്രോൺസ് നമ്മളിവിടെ ഫ്രൈ ചെയ്തു. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഇനി ഒന്ന് ഫ്രൈ ചെയ്യണം. നമുക്കിനകത്ത് എന്ത് ഫില്ലിങ്ങും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ചെയ്തിരിക്കുന്ന പ്രോൺസ് ആണ്. നിങ്ങൾക്ക് ഫിഷ്, ചിക്കൻ, മട്ടൻ, എനി മീറ്റും ഇതിനകത്ത് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും.
ഇത് നല്ലൊരു സ്റ്റാർട്ടേഴ്സാണ് ഇത്. നമുക്ക് ഈവനിങ്സിനൊക്കെ സ്നാക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണിത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായി നമ്മൾ വരുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.